ഒരു അഡ്വഞ്ചറസ് ആയ പ്രൊഫസറും അദ്ദേഹത്തിൻ്റെ സഹായിയും ഒരു ഗുഹയിലേക്ക് കടക്കുന്നു. പ്രൊഫസറുടെ മുതുകിൽ എട്ടുകാലികൾ കയറുന്നു. അത് അയാൾ തട്ടിക്കളയുന്നു. അപ്പോഴാണ് അയാളുടെ സഹായിയുടെ മുതുകിൽ കുറെ എട്ടുകാലികൾ ഇരിക്കുന്നത് കാണുന്നത്. അതും അയാൾ തട്ടിക്കളയുന്നു. വീണ്ടും അവർ മുന്നോട്ട് പോകുന്നു. ഒരു സ്ഥലത്ത് മാത്രം സൺലൈറ്റ് വരുന്നത് അയാൾ ശ്രദ്ധിക്കുന്നു. അതിൽ കൈവച്ചപ്പോൾ ഒരു ട്രാപ്പ് സൈഡിൽ നിന്നും പൊങ്ങി വരുന്നു. അതിൽ മുൻപെപ്പോഴോ മരിച്ച ആളുടെ അസ്ഥികൂടവും ഉണ്ടായിരുന്നു. അവർ വലിയ കുഴി ചാടിക്കടന്ന് പോകുന്നു. അവർ തേടി വന്ന പ്രതിമ ദൂരത്തായി കാണുന്നു. അയാളുടെ സഹായി ഓടി അതെടുക്കാൻ പോകുന്നു. എന്നാൽ പ്രൊഫസർ അയാളെ തടയുന്നു. തറയിലെ പ്രത്യേകമായി തോന്നുന്ന ഒരു സ്പോട്ടിൽ അയാൾ ടച്ച് ചെയ്യുന്നു. ഒരു അമ്പ് വന്ന് അയാളുടെ കയ്യിലെ പന്തത്തിൽ തറയ്ക്കുന്നു. അയാൾ സൂക്ഷിച്ച് നടന്ന് പ്രതിമയുടെ അടുത്തെത്തുന്നു. തൻ്റെ കയ്യിൽ കരുതിയ ഒരു കിഴിയിൽ മണ്ണ് നിറച്ച് ആ പ്രതിമയുടെ സ്ഥാനത്ത് വയ്ക്കുന്നു. എന്നാൽ ആ ഭാഗം താഴത്തേക്ക് പോകുന്നു. അവിടം മുഴുവൻ പൊളിഞ്ഞു വീഴാൻ തുടങ്ങുന്നു. പ്രൊഫസർ പ്രതിമയും കൊണ്ട് ഓടുന്നു. അമ്പുകളെല്ലാം അയാളുടെ ശരീരത്തിൽ തൊട്ടില്ല എന്ന രീതിയിൽ കടന്നു. പ്രൊഫസറുടെ സഹായി കുഴി ചാടിക്കിടന്ന് അപ്പുറത്തെത്തും. പക്ഷേ പ്രൊഫസറുടെ ചാട്ട കൊടുക്കുന്നില്ല. പ്രതിമ കൊടുത്താൽ ചാട്ട തരാം എന്ന് പറയുന്നു. പ്രൊഫസർ പ്രതിമ കൊടുക്കുന്നു. പക്ഷേ അയാൾ പ്രതിമയും കൊണ്ട് കടന്നു കളയുന്നു. പ്രൊഫസർ വലിയ കുഴി ചാടിക്കിടക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. ഒരു വള്ളിയിൽ പിടിച്ച് പ്രൊഫസർ കയറുന്നു. അപ്പോഴേക്കും മുൻപിലത്തെ വാതിൽ അടഞ്ഞു വരുന്നു. അവസാന നിമിഷം പ്രൊഫസർ അപ്പുറത്ത് എത്തുന്നു. പ്രൊഫസർ അപ്പുറത്ത് എത്തുമ്പോൾ സഹായി അവിടെ ട്രാപ്പിൽ കുരുങ്ങി മരിച്ചിരുന്നു. പ്രൊഫസർ പ്രതിമയും എടുത്ത് പോകുന്നു. പെട്ടെന്ന് ഒരു വലിയ പാറ ഉരുണ്ട് വരുന്നു. പ്രൊഫസർ ഓടി പുറത്തേക്ക് ചാടി രക്ഷപ്പെടുന്നു. പക്ഷേ അപ്പോഴേക്കും അവിടെ നരഭോജികളായ ആദിവാസികൾ വളഞ്ഞിരുന്നു.